എന്താ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ക്ലീനിങ് ഒക്കെ തുടങ്ങിയാ? സംക്രാന്തിയല്ലേ? അപ്പോൾ എല്ലാവരും എല്ലാ വീടുകളിലും ക്ലീനിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആവും അല്ലേ? ഇതിപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇനി നമ്മുടെ ഫാമിലിയിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ. ഞാൻ ജോലിക്ക് പോണ ആളായ കാരണം തന്നെ ദിവസമൊന്നും നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാറില്ല. പിന്നെ നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥയാണല്ലോ, എല്ലാ പെണ്ണുങ്ങളെ പോലെ എനിക്കും മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എന്താ പറയുക, നമ്മൾ സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിയിട്ടുള്ള ആളൊന്നുമല്ല. പിന്നെ എൻ്റെ അനിയത്തി കുട്ടികൾ സബ്സ്ക്രൈബേഴ്സും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള അനിയത്തി കുട്ടികളും ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെയാണ് ചേച്ചി ജോലിക്ക് പോണതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തണത്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോണത്, ജോലികളൊക്കെ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് ഞാൻ ചെയ്യണ കാര്യങ്ങൾ ആണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് നല്ല മടിയുള്ള ആളാണ് ഞാൻ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഉള്ള മാറ്റങ്ങളിലൊന്നാണ് കേട്ടോ ഈ ക്ലീനിങ്ങിൻ്റെ കാര്യം. നമ്മൾ നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണ്ടേ നമ്മൾ മറ്റുള്ളവർക്ക് വീഡിയോ പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ. അല്ലാതെ നമ്മൾ ക്ലീനായിട്ട് കിടക്കാത്ത കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് മോട്ടിവേഷനാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണത്? അതുകൊണ്ട് തന്നെ നന്നായി ക്ലീൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗവും എപ്പോഴും ക്ലീനൊന്നുമല്ല. കാരണം അതിൻ്റെ പ്രധാന കാരണം ഞാൻ ജോലിക്ക് പോണതാണ്. ഇല്ല ചെങ്ങ ഇതിലൊക്കെ ഒന്നും കൂടി നമുക്ക് ക്ലീൻ ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകും. അത്ര വലിയൊരു വീടൊന്നുമല്ല, എൻ്റെ വീട് ചെറിയൊരു വീടാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റായൊന്നുമില്ല. പക്ഷേ ജോലിക്ക് പോകണ കാരണമുള്ള ഒരു വിഷമം മാത്രമാണ്. ജോലി കഴിഞ്ഞ് വന്നാലും പിന്നെ ക്ഷീണമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ പണി നമ്മൾ തന്നെ ചെയ്യണ്ടേ? അപ്പോൾ സംക്രാന്തി ക്ലീനിങ് ആണ് ഇപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടാൻ പറ്റുള്ളൂ. കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഹാളിൽ നിന്നാണ് തുടങ്ങണത്. സോഫയൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് അടിച്ചു വാരൽ ദിവസമൊന്നും ചെയ്യാറില്ല കേട്ടോ. അത് ഒരു ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2-4 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ തുടയ്ക്കാനായാലും ഡെയിലി തുടയ്ക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ. ജോലിക്ക് പോകുമ്പോൾ നമുക്ക് വേറെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഡെയിലി ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ അടിച്ചു വാരി ഇടും എന്നും, തുടയ്ക്കണ കാര്യമൊന്നും എന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെയാണല്ലോ നമ്മൾ വീഡിയോ പിടിക്കണതും, അതിനും സമയം കണ്ടെത്തണ്ടേ. പിന്നെ ഈ സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ കോളിൻ എന്ന് പറയണ ഒരു സൊല്യൂഷൻ നല്ലതാണ് കേട്ടോ. അത് വാങ്ങിച്ചതാണ് ഞാൻ, വീട്ടിലുണ്ടാക്കിയതല്ല. നല്ല അടിപൊളിയായിട്ട് സ്വിച്ചുമത്തെ വല്ല അഴുക്കൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലത്തെ അഴുക്ക് മാത്രമല്ല, നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലൊക്കെ അഴുക്കുണ്ടാവില്ലേ ചുമരിനോട് ചേർന്നിട്ടൊക്കെ, ആ അഴുക്കും നന്നായിട്ട് ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് തുടയ്ക്കണ സമയത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. സംക്രാന്തി ക്ലീനിങ്ങിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വാതിൽ, കട്ട്ള, ജനൽ, അതൊക്കെ തുടയ്ക്കലും കഴുകലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഈ ക്ലീനിങ് വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ വീട് ക്ലീൻ ചെയ്യണ വീഡിയോസ് ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിരിച്ചെങ്കിൽ അത് കാണണവർക്കും കൂടി നല്ലൊരു മോട്ടിവേഷനാണ്. അവർക്കും കൂടി അത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത, നമ്മുടെ വീടും വൃത്തിയാക്കണം അതുപോലെ എന്നുള്ളൊരു ചിന്ത മടി പിടിച്ചിരിക്കുന്ന സമയത്താവും ചിലപ്പോൾ കാണുക. അപ്പോൾ അത് ഒരു നല്ലൊരു മോട്ടിവേഷനായിട്ട് മാറാറുണ്ട്. ഞാനും യൂട്യൂബ് ചാനലുകളൊക്കെ കാണുന്ന സമയത്തുള്ള കാര്യമാണ് പറയണത്. ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ കുറച്ചല്ലായിട്ടുള്ളൂ. അപ്പോൾ അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കത് കാണുമ്പോൾ അവരുടെ വീടൊക്കെ അത് വൃത്തിയായി കൊണ്ടിരിക്കുന്നു, നമ്മുടെ വീടും കൂടി വൃത്തിയാക്കണം അങ്ങനെ തോന്നാറുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഈ ജനലൊക്കെ ഉണ്ടല്ലോ, വലിയ കമ്പികളും കുറച്ച് നന്നായി ഗ്യാപ്പും ഒക്കെ ഉള്ള കാരണം നല്ല സുഖമാണ് കേട്ടോ ജനൽ തുടയ്ക്കാനായിട്ട്. പണ്ടത്തെ കമ്പികളൊന്നും പോലെയല്ല, പണ്ടത്തെ കമ്പികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഈ ജനലുകൾ നല്ല ഈസിയാണ് കേട്ടോ തുടയ്ക്കാൻ. കുറച്ച് നീളത്തിലുള്ള ജനലുകളാണ്, കമ്പികൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ട്, എന്നാലും നമുക്കധികം ബുദ്ധിമുട്ടില്ല. വലിപ്പമുള്ള കമ്പികളുമാണ്, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നല്ല ഈസി ആയിട്ട് തുടയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ചെങ്കിലും കൂടിയിട്ട് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അത് തീർന്നു. നീട്ടി പോയി വൃത്തിയാക്കാൻ ഈ കോളിൻ എന്ന് പറയണ സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കണത്. അത് ചില്ലിൻ്റെ ആണല്ലോ. ഈ ചില്ലിങ്ങനെ ഊരിയെടുക്കാൻ പറ്റണതായ കാരണം അത് ഊരിയെടുത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ വല്ല അഴുക്കുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഓരോന്നൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ബ്രഷ് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണ്. ഇത് ഈ ടീപ്പോയി കുറേ കാലം പഴക്കമായിട്ടുള്ളതാണ് കേട്ടോ, പുതിയതൊന്നുമല്ല. പിന്നെ ഈ ബ്രഷ് ഉണ്ടല്ലോ, ഇത് ജനലിലത്തെ മാറാല പോകാനും അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടാണ്. നല്ല സുഖമുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. ഒരു 10-30 കൊല്ലമൊക്കെ പഴക്കമുണ്ടായിരിക്കും ഇതിന്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അവസരം ഈ ടീപ്പോയി വൃത്തിയാക്കാൻ വേണ്ടി ടീപ്പോയി അങ്ങോട്ട് ചരിച്ചതാണ് കേട്ടോ. അങ്ങനെ ചില്ല അങ്ങോട്ട് താഴത്തേക്ക് വീണു. എനിക്കത് അറിയണ്ടായിരുന്നില്ല ഊരിയെടുക്കാൻ പറ്റുന്ന ചില്ലാണെന്ന്. അങ്ങനെ വീണു, ചില്ല അങ്ങനെ പൊട്ടി തകിട് പൊടിയായിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെനിക്കിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ഓർമ്മ വന്നു.
അങ്ങനെ അതിൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. ആ ചില്ല് വീണ്ടും ഞാൻ അവിടെ തന്നെ വെച്ചു കൂട്ടാ. അതൊക്കെ ഒന്നും കൂടി തുടയ്ക്കുകയാണ്. എന്നിട്ട് അതിന് മീത ചെറിയ നമ്മുടെ ഒരു പോട്ടുണ്ടല്ലോ അത് കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് സെറാമിക്കിൻ്റെ. ഷോക്കേസിൻ്റെ ഉള്ളുഭാഗമൊക്കെ ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂട്ടോ ക്ലീൻ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാതും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് തുടയ്ക്കണില്ല. കുറച്ചൊക്കെ അടിഭാഗത്തെ സാധനങ്ങൾ മാത്രം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അധികം നാളായിട്ടില്ല ക്ലീൻ ചെയ്തിട്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ലിവിങ് ഏരിയയിലെ ക്ലീനിങ് ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഇനി സ്വിച്ച് ബോർഡ് നമ്മൾ ഇപ്പോൾ അത് ക്ലീൻ ചെയ്യണത് സിറ്റ് ഔട്ടിലാണ് കേട്ടോ. സിറ്റ് ഔട്ടിലെ ഭാഗങ്ങൾ അധികമൊന്നും ഇല്ല ക്ലീൻ ചെയ്യാൻ. സ്വിച്ച് ബോർഡിലത്തെ അഴുക്ക് തുടയ്ക്കണം. അത് നമ്മൾ കോളിനോണ്ട് തന്നെയാണ് ചെയ്യണത്. പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം, അത്ര തന്നെയുള്ളൂ. അല്ലാതെ വല്ലാണ്ടൊന്നും ക്ലീൻ ചെയ്യാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണ്ടേ.